ഓക്കെ, കാണാണ്ട് വിചാരിക്കുന്നു. സ്ക്രീൻ കാണാണ്ടല്ലോ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണ ടോപ്പിക്കാണ് വി ലുക്കപ്പ് എന്നുള്ളതാണ്. എന്താണ് വി ലുക്കപ്പ്? നമ്മൾ വി ലുക്കപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഗുണം എന്താണ്, അതായത് അതിൻ്റെ ഫ്യൂച്ചേഴ്സ് എന്താണ്, അതൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്. വി ലുക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സലിൽ യൂസ് ചെയ്യുന്ന ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് ശരിക്കും. അത് എന്തുവാ വെച്ചാൽ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, കണ്ടെത്തുക അല്ലേ, ലുക്കപ്പ്. അപ്പം വെർട്ടിക്കലായിട്ടുള്ള ടേബിളുകളിൽ നിന്നുള്ള ഡാറ്റകളെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് കണ്ടെത്തുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം കൊണ്ടാണ് അതിന് അങ്ങനെ ഒരു പേര് വന്നിട്ടുള്ളത് തന്നെ, വി ലുക്കപ്പ് എന്നുള്ളൊരു പേര് വന്നിട്ടുള്ളത് തന്നെ. അതായത് ഡാറ്റകളെ കണ്ടെത്തുക, ലുക്കപ്പ്. അപ്പോൾ അതൊരു വെർട്ടിക്കലായിട്ടുള്ള ടേബിളുകളിൽ നിന്ന് കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ടും, അതേപോലെ തന്നെ വേറൊരു ഇക്വേഷൻസ് കൂടി ഉണ്ട്, എച്ച് ലുക്കപ്പ്. അത് ഹൊറിസോണ്ടലായിട്ട് ഉപയോഗിക്കുന്ന ടേബിളുകളിൽ നിന്ന് എടുക്കുന്നത് കൊണ്ടുമാണ് അത് അങ്ങനെ രണ്ടും വിയും എച്ചും ആയിട്ടൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിത് വെച്ചിട്ടൊരു എക്സാമ്പിൾ ഒന്ന് നോക്കാം. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഇനിയിപ്പോൾ ഇതുകൊണ്ടുള്ള ഉപയോഗം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമ്മളൊരു കുറച്ച് പ്രൊഡക്റ്റ് മേടിച്ചു, നമ്മൾ ക്യാഷ് അടയ്ക്കുന്ന ബില്ലിൻ്റെ അവിടേക്ക് വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ മേടിച്ച സാധനങ്ങൾ അവർ ഒന്നെങ്കിൽ മറ്റേ നമ്മുടെ ബാർകോഡിൻ്റെ മുകളിൽ സ്കാൻ ചെയ്യും, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, നമ്മുടെ ആ കോഡ് എൻ്റർ ചെയ്യും. അതിൻ്റെ കോഡ് എന്താണെന്നുള്ളത് നോക്കിയിട്ട് എൻ്റർ ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് അതിൻ്റെ എന്താണ് പ്രൊഡക്റ്റ് എന്നുള്ളതും എന്താണ് വില എന്നുള്ളതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഒരു കമ്പനിയിലൊരു 50,000 പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഈ 5000 പ്രൊഡക്റ്റും നമ്മൾ അതിൻ്റെ വിലകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് അല്ലേ. അപ്പോൾ അതേപോലെ ഈ ഡാറ്റ മാത്രം നമുക്ക് ഉണ്ടായാൽ മതി. മനസ്സിലായല്ലോ, ഡാറ്റ മാത്രം നമുക്ക് ഉണ്ടായാൽ മതി. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫിൽട്ടർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, ചെറിയൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് കോഡ് കാണാണ്ടല്ലോ, കോഡ് ഐറ്റം റേറ്റ്. തൽക്കാലം 3 ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഞാനിവിടെ ഒരു 10 പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട്. A1 A2 എന്നൊക്കെ പറഞ്ഞിട്ടൊരു 10 പ്രൊഡക്റ്റ് ഞാൻ നമ്മുടെ കമ്പനിയിലുള്ള ഒരു 10 പ്രൊഡക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് സങ്കല്പിക്കാം. ഈ 10 പ്രൊഡക്റ്റും എന്തൊക്കെയാണെന്നുള്ളത് നമ്മളിവിടെ ആദ്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പെന്ന്, ബുക്ക്, വാച്ച്, റിങ്, ഗ്ലാസ്, മൗസ്, കീബോർഡ്, മോണിറ്റർ, CPU, ബാറ്ററി, ഇത്രയും 10 പ്രൊഡക്റ്റ്. അതിൻ്റെയൊക്കെ വിലയും ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെന്നിന് 45, ബുക്കിന് 25, വാച്ചിന് 250, റിങ്ങിന് 750, ഗ്ലാസ്സിന് 350, മൗസിന് 250, കീബോർഡിന് 450, മോണിറ്ററിന് 2475, CPUവിന് ഒരു 14,758, ബാറ്റിന് ഒരു 845. ഇങ്ങനെ ഞാൻ ഐറ്റം കൊടുത്തിട്ടുണ്ട്, റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഈ ഷീറ്റിൽ തന്നെ ചെയ്യാം, അതല്ല ആൻസർ പ്രിന്റ് ചെയ്യേണ്ടത് അടുത്തൊരു ഷീറ്റിലാണെന്ന് സങ്കല്പിക്കാം. ഇതിലാണ് ആൻസർ പ്രിന്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ പ്രിന്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻസ് യൂസ് ചെയ്യുന്നു. ഇപ്പോൾ സീരിയൽ നമ്പർ, ഡേറ്റ്, കോഡ്, ഐറ്റം, റേറ്റ്, ക്വാണ്ടിറ്റി, എമൗണ്ട്. മനസ്സിലായല്ലോ? സീരിയൽ നമ്പർ നമ്മൾ 1 2 3, ഇന്ന ഡേറ്റിന് ഇന്ന കോഡ് പർച്ചേസ് ചെയ്തു. ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഐറ്റും റേറ്റും ഓട്ടോമാറ്റിക്കായിട്ട് അപ്പുറത്തെ ഷീറ്റിൽ നിന്ന് ഇതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരണം. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോണ ഇക്വേഷൻസ്. വി ലുക്കപ്പ് വെച്ച് ചെയ്യാൻ പോണ ഇക്വേഷൻസ് ഇതാണ്. ഇപ്പോൾ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു റേറ്റ് ഇൻറ്റു ക്വാണ്ടിറ്റി. റേറ്റും ക്വാണ്ടിറ്റിയും കൂടി ഗുണിച്ചാൽ വരുന്നതല്ലേ എമൗണ്ട്. മനസ്സിലായല്ലോ? അത് ഈക്വൽ ടു റേറ്റ് ഇൻറ്റു ക്വാണ്ടിറ്റി ഇട്ടാണ്. ഇനി ഇക്വേഷൻസ് ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ വെച്ചിട്ട് നോക്കൂ, ഇവിടെയാണ് ആൻസർ വരേണ്ടത് അല്ലേ, ഐറ്റത്തിൻ്റെ അവിടെയല്ലേ ആൻസർ വരേണ്ടത്. ഈക്വൽ ടു വി ലുക്കപ്പ് എന്ന് ടൈപ്പ് ചെയ്യാം. വി ലുക്കപ്പ് എന്ന് ടൈപ്പ് ചെയ്യാം, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം.
ഓക്കെ. പിന്നെ എന്തടിക്കുമ്പോഴാണ് നമുക്ക് വരേണ്ടത്? കോഡ് അടിക്കുമ്പോഴാണ് വരേണ്ടത് അല്ലേ? കോഡിൻ്റെ സെല്ല് ക്ലിക്ക് ചെയ്തു, അതായത് അതാണ് അതിൻ്റെ ലുക്കപ്പ് വാല്യൂ. എന്താണോ കണ്ടെത്തുന്ന വാല്യൂ എന്നുണ്ടെങ്കിൽ അതാണ് ലുക്കപ്പ് വാല്യൂ. കോമ കോമ എന്ത് ചെയ്യുക? എന്തിൽ നിന്നാണോ കണ്ടെത്തേണ്ടത്? ഏതിൽ നിന്നാണോ കണ്ടെത്തേണ്ടത്? ആദ്യത്തെ ടേബിളിലെ ഈ പെർട്ടിക്കുലർ ഈ ഡാറ്റ. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത് ഫസ്റ്റ് ഷീറ്റിൽ വന്നിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കോമ ഇതിനൊരു എളുപ്പവഴി ഉണ്ട്, അത് ഞാൻ അത് കഴിഞ്ഞ് പറഞ്ഞുതരും. കോമ ഇട്ടിട്ട് വേണം രണ്ടാമത്തെ ഷീറ്റിലേക്ക് പോകാനായിട്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? അതിലത്തെ എത്രാമത്തെ കോളത്തിലാണോ ഐറ്റം, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ടേബിളിൻ്റെ ഉള്ളിൽ എത്രാമത്തെ കോളത്തിലാണോ ഐറ്റം എന്നുള്ളത് നമുക്ക് ഓർമ്മ ഉണ്ടാവണം. അതായത് കോഡ് ഐറ്റം റേറ്റ് അല്ലേ? ഐറ്റം എന്നുള്ളത് രണ്ടാമത്തെ കോളത്തിലാണ് അല്ലേ? കോഡ് ഐറ്റം റേറ്റ് ആണ് നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആണല്ലോ. അപ്പോൾ നമ്മൾ അതിൽ 2 എന്നുള്ള കോളം നമ്പർ കൊടുക്കുക. കോളം ഇൻഡെക്സ് നമ്പറാണത്. 2 എന്ന് കൊടുക്കുക. കോമ ഫോൾസ് ഉദ്ദേശിക്കുന്നത് കറക്റ്റ് മാച്ച് ആയിരിക്കണം, എക്സാക്റ്റ് മാച്ച് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുത്ത് എൻ്റർ അടിച്ചു. ക്ലിയർ ആണല്ലോ? ഇവിടെ നോക്കി നോക്കൂ, നമ്മൾ A5 എന്നുള്ളൊരു പ്രൊഡക്റ്റാണ് അടിച്ചതെന്നുണ്ടെങ്കിൽ കണ്ട ഗ്ലാസ് മനസ്സിലായ? A1 A2 കണ്ട A3 ഓട്ടോമാറ്റിക്കായിട്ട് പ്രിന്റ് ചെയ്യണണ്ട. ഈ ഡാറ്റയിൽ നിന്നാണ് ഇത് പ്രിന്റ് ചെയ്യണത്. മനസ്സിലായില്ലേ? ഒരൊറ്റ കോഡ് അടിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഇതിപ്പോൾ റേറ്റ് കാണണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? അതേപോലെ നോക്കൂ, ഈക്വൽ ടു വി ലുക്കപ്പ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. കോഡിൻ്റെ സെല്ല് കോമ F3 അടിക്കുക. ആദ്യം ഇത് ചെയ്യുക, അടുത്ത വരണം പറയുന്ന ഭാഗമാണ് F3 അടിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. സെല്ല് സെലക്ഷൻ ചെയ്തു, അവിടെ തന്നെ കോമ ഇടുക. ഓക്കെ, എന്നിട്ട് കോമ ഇട്ടതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യണം? റേറ്റ് കിടക്കുന്നത് 3ാമത്തെ കോളത്തിലാണ് അല്ലേ? കോമ ഫോൾസ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്തു. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അവിടെ ഞാനിപ്പോൾ A9 അടിച്ച് കഴിഞ്ഞാൽ അത്, A1 അടിച്ച് കഴിഞ്ഞാൽ അത്, A2 അടിച്ച് കഴിഞ്ഞാൽ അത്, A3 അടിച്ച് കഴിഞ്ഞാൽ അത്. കണ്ടോ? ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ നമുക്ക് തെറ്റ് പറ്റാനായിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇങ്ങനെ അടിയിലേക്ക് ഡ്രാഗ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ, അല്ലെങ്കിൽ അടുത്ത ഷീറ്റിലേക്ക് പോവുക, നമ്മുടെ ടേബിൾ മൊത്തം സെലക്ഷൻ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് റിസ്ക്കാണ്. ടേബിൾ സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് റിസ്ക്കാണ് അല്ലേ? അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ഒരു ഓപ്ഷൻസ് ഉണ്ട്. എന്താ അറിയോ? ആദ്യം നിങ്ങൾ നമ്മുടെ ടേബിളില്ലേ, ഈ ടേബിളിനെ സെലക്ഷൻ ചെയ്യാം. ഈ ടേബിളിനെ സെലക്ഷൻ ചെയ്തിട്ട് അതിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാളെ കുറച്ച് എൻട്രി വരും, അല്ലെങ്കിൽ കുറച്ച് ഡാറ്റകളെയും കൂടി ഉൾപ്പെടുത്തണം എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് കുറച്ച് ഭാഗം കൂടി കൂടുതൽ ഡ്രാഗ് ചെയ്യാം. മനസ്സിലായി? അപ്പോൾ ഇതിൽ വരുന്ന അപ്ഡേഷൻസുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. മനസ്സിലായല്ലോ? ഇതിലിപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ഒരു A11 വന്നു, A12 വന്നു, A13 വന്നു, അതൊക്കെ വന്നാലും ഈ സെലക്ഷൻ ചെയ്തതിൻ്റെ ഉള്ളിലുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഡാറ്റകളും ആൻസറിൻ്റെ അവിടെ പ്രിന്റ് ചെയ്യും. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാം? നമ്മുടെ ടേബിൾ കംപ്ലീറ്റ് സെലക്ഷൻ ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഫോർമുല ബാറിന്റെ അപ്പുറത്തായിട്ട് കാണാം നെയിം ബോക്സ് എന്നിട്ടൊരു ഭാഗം കാണാം. കണ്ട? നോക്കൂ, ഇതാണ് ഫോർമുല ബാർ. ഈ വലിയ കാണുന്നതാണ് ഫോർമുല ബാർ. അതിന്റെ ഇടത്തെ സൈഡിൽ കണ്ട നിങ്ങൾ നെയിം ബോക്സ് എന്നിട്ടൊരു ഭാഗം കണ്ട? B4 എന്നൊക്കെ കണ്ട് കിടക്കുന്നുണ്ടാവും. കണ്ടല്ലോ? കണ്ടില്ലേ നെയിം ബോക്സ്? അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഒരു പേര് ടൈപ്പ് ചെയ്യുക. അപ്പൊ ഐറ്റം ലിസ്റ്റ് എന്നുള്ളൊരു പേര് കൊടുത്തു ഞാൻ. വെറുതെ ഒരു പേര് ടൈപ്പ് ചെയ്യുക അതിൻ്റെ ഉള്ളിൽ. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യാം. കീബോർഡുമേ എൻ്റർ കീ പ്രസ് ചെയ്യാം. മനസ്സിലായല്ലോ? ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ ഇതിന് ഓൾറെഡി ടേബിളിന് ഒരു പേരായി. കണ്ട? അവിടെ ഐറ്റം ലിസ്റ്റ് എന്നുള്ളൊരു പേരായി. ഇനിയാണ് എളുപ്പം ചെയ്യാനായിട്ട്. നോക്കിട്ടാ, ഈക്വൽ ടു വി ലുക്കപ്പ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം.
കോഡിൻ്റെ സെല്ല് കോമ F3 അടിക്കാം. നമ്മൾ സെലക്ഷൻ ചെയ്യാൻ പോകണ്ട, കീബോർഡിൻ്റെ മുകളിൽ F3 എന്നുള്ള ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് കണ്ട പേസ്റ്റ് നെയിം എന്നിട്ടൊരു കോളം വന്നത് കണ്ട അവിടെ F3 അടിച്ചപ്പോൾ അതില് നമ്മൾ കൊടുത്ത പേര് അവിടെ കിടക്കുന്നുണ്ടാവും കണ്ട. അപ്പൊ നമ്മൾ അവിടെ പോയി സെലക്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. വേറെ ഷീറ്റുകളിൽ ചിലപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു 10 ഷീറ്റുകൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഫയൽ ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഈ ഷീറ്റ് പോയി തപ്പുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ് അല്ലേ? ആണല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ നിന്നുകൊണ്ട് ഇത് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ നിന്ന് ഇൻസേർട്ട് ചെയ്യാം, ഈ ഫയലിനെ ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഐറ്റം ലിസ്റ്റ് എന്നുള്ള പേര് അവിടെ വന്നു. ഇനി എന്ത് ചെയ്യുക, കോമ 2 ആണെന്നുണ്ടെങ്കിൽ 2, രണ്ടാമത്തെ കോളം നമ്പർ കോമ ഫോൾസ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ക്ലിയർ അല്ലേ? വീണ്ടും ഈക്വൽ ടു വി ലുക്കപ്പ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, കോഡിൻ്റെ സെല്ല് കോമ F3 നമ്മുടെ ഐറ്റം ലിസ്റ്റ് ഇൻസേർട്ട് ചെയ്യുക, കോമ 3 കോമ ഫോൾസ്. ക്ലിയർ ആണല്ലോ? ഇത് രണ്ടും ചെയ്തിട്ട് നമുക്ക് ഇതിനെ അടിക്ക് ഡ്രാഗ് ചെയ്യാം. ഇവിടെ എമൗണ്ട് എന്ന് പറയുന്നത് ഈക്വൽ ടു റേറ്റ് ഇൻറ്റു ക്വാണ്ടിറ്റിയാണ്. റേറ്റ് ഇൻറ്റു ക്വാണ്ടിറ്റി അല്ലേ എമൗണ്ട്? അപ്പോൾ അതും ഡ്രാഗ് ചെയ്യാം. ഇനി നിങ്ങൾ നോക്കിയാൽ സീരിയൽ നമ്പർ 1 ഇന്ന ഡേറ്റിന് ഇന്ന പ്രൊഡക്റ്റ് മേടിച്ചു, A1 കണ്ട, A3 A8 A9 A10 കണ്ട, A5 A4 ഓട്ടോമാറ്റിക്കായിട്ട് ഡാറ്റ ഫിൽട്ടർ ചെയ്യുന്നുണ്ടോ? ക്ലിയർ ആണല്ലോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഈ ഫയലുകളെ എങ്ങനെ വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ അടുത്തൊരു 10 പ്രൊഡക്റ്റ് കൂടി വന്നു എന്ന് വിചാരിക്കാം. അടുത്തൊരു 10 പ്രൊഡക്റ്റ് കൂടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത 10 പ്രൊഡക്റ്റ് കൂടെ എൻ്റർ ചെയ്ത് കൊടുത്തു. അടുത്ത 10 പ്രൊഡക്റ്റ് കൂടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊഡക്റ്റ്, ഇപ്പോൾ ഞാൻ വെറുതെ ABC എൻ്റർ ചെയ്യുന്നുണ്ടോ. ഓക്കെ, ഇവിടെ നമ്മളിവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു, ഓരോ എമൗണ്ടുകളും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും വെച്ചാൽ നമ്മുടെ ടേബിളിൽ ഒരിക്കൽ ചെയ്ത് വെച്ച ടേബിളിൽ മുന്നേ ഡ്രാഗ് ചെയ്ത കാരണം ഇതൊക്കെ അപ്ഡേഷൻസ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ജെ എന്നാണ് പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജെയുടെ ആൻസർ ഒരു മിനിറ്റ് അയ്യോ, ജെ അല്ല എൻ്റർ ചെയ്യേണ്ടത്, കോഡിൻ്റെ അടിസ്ഥാനത്തിലല്ലേ. A10 A20 ആണ് എൻ്റർ ചെയ്യേണ്ടത്. കണ്ട, എന്തെങ്കിലും വന്ന മിസ്റ്റേക്കാണ്. A20 A90, കാരണം നമ്മൾ കോഡിൻ്റെ അടിസ്ഥാനത്തിലാണ് കാണുന്നത്. ജെ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. മനസ്സിലായല്ലോ? 14 കണ്ട, അപ്ഡേഷൻസ് കംപ്ലീറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ പ്രിന്റ് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്കൊരു 10,000 ഡാറ്റകളിൽ നിന്നൊക്കെ ഒരു പർട്ടിക്കുലർ ഡാറ്റകളെയൊക്കെ നമുക്ക് കോഡിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഫിൽട്ടർ ചെയ്യിക്കണം. അപ്പോൾ നമ്മൾ കണ്ടെയ്നറിൻ്റെ ഈ വർക്ക് വെച്ചിട്ടൊക്കെ നമുക്കിതിൽ ചെയ്യാം. കാരണം നമ്മുടെ സ്റ്റോർ കീപ്പറിൽ സ്റ്റോറിൽ ഇന്ന പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതിനൊരു കോഡ് ഉണ്ടാവും ചിലപ്പോൾ അല്ലേ. ആ കോഡ് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ ഐറ്റം എത്ര എണ്ണം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര എണ്ണം വിറ്റിട്ടുണ്ട്, അങ്ങനെ ഒരു ഡാറ്റ ഓൾറെഡി നമുക്ക് ഉണ്ടാവും. നമ്മൾ വിറ്റിട്ടുള്ളതിൽ മൊത്തം എത്ര എണ്ണം പ്രൊഡക്റ്റ് പോയിട്ടുണ്ട്, ഇനി എത്ര എണ്ണം വരാനുണ്ട്, അല്ലെങ്കിൽ എത്ര കണ്ടെയ്നർ ഓർഡർ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള എല്ലാ ഡാറ്റകളും ആ കോഡ് അടിച്ചു കഴിഞ്ഞാൽ അത് ആൻസർ ചെയ്യാവുന്ന രീതിയിൽ നമുക്കിതിനെ വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായി? ഈ ലുക്കപ്പ് മനസ്സിലായില്ലേ? ഇതിൻ്റെ ഒരു കുറച്ച് വലിയൊരു പ്രോബ്ലം കൂടി ഞാൻ ഇതിൽ കാണിക്കാം. നമ്മളൊരു മാൻ പവർ കമ്പനിയിലാണ് വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക. നമ്മുടെ കമ്പനി മാൻ പവർ കമ്പനിയാണ്. അപ്പോൾ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്
നമ്മൾ കമ്പനിയിലേക്ക് ആൾക്കാരനെ അല്ലെങ്കിൽ കമ്പനിയിലേക്ക് നമ്മൾ മറ്റു കമ്പനിക്കാരെടുക്കുന്ന സമയത്ത് അവരുടെ ഡാറ്റകൾ കംപ്ലീറ്റ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടാവും ഉണ്ടാവുമല്ലോ. അപ്പോൾ പെട്ടെന്നൊരു ആൾ വന്നിട്ട് പറയുകയാണ് ഇന്ന കമ്പനിയുടെ കംപ്ലീറ്റ് റിപ്പോർട്ടുകൾ എനിക്ക് വേണം, ഇന്ന കമ്പനി, ഈ കോഡ് ഏത് കമ്പനിയുടെയാണ്, ആ കമ്പനി എത്ര രൂപ വരെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി എത്ര രൂപ അവർ ബാലൻസ് നമുക്ക് കമ്പനിക്ക് തരാനുണ്ട്, എന്നാണ് അവർ ലാസ്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ള ഡാറ്റ എന്നാണ്, അങ്ങനെയൊക്കെയുള്ള ലിസ്റ്റ് നമുക്ക് എടുക്കണമെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാനതൊന്ന് കാണിക്കാം, ശ്രദ്ധിക്കട്ടാം. കോഡ് കമ്പനി അതേപോലെ തന്നെ നമ്മളോട് പറയുകയാണ്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ഡാറ്റ വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അഡ്രസ്സ്, കമ്പനിയുടെ അഡ്രസ്സ്. ഹലോ, ക്ലിയർ ആണല്ലോ? കമ്പനിയുടെ അഡ്രസ്സ്, അതേപോലെ തന്നെ കമ്പനിയുടെ ഫോൺ നമ്പർ, അവരുടെ ലാസ്റ്റ് എന്നാണോ ബിസിനസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, ലാസ്റ്റ് എൻട്രി വരുന്ന സമയത്ത് നമ്മളിവിടെ എൻട്രി ചെയ്യും. പിന്നെ അതേപോലെ തന്നെ അവരുടെ ബാലൻസ്, സംഭവം മനസ്സിലായല്ലോ? ഇങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ കോഡ് A1 കൊടുത്തു, A2 കൊടുത്തു, A3 കൊടുത്തു, 4, A5, A6, A5 വരെ കൊടുക്കണുള്ളൂ. 5 കമ്പനി ക്രിയേറ്റ് ചെയ്യണുള്ളൂ കേട്ടോ. നിങ്ങൾ എത്ര കമ്പനി വേണമെന്നുണ്ടെങ്കിലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇപ്പം ഞാനിവിടെ A എന്നുള്ളൊരു കമാൻഡ് കൊടുത്തിട്ടുണ്ട്. കമ്പനി പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. BCDE ഓരോരുത്തരുടെ അഡ്രസ്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കമ്പനിയുടെ അഡ്രസ്സ്. ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ വെറുതെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇവരുടെ ഫോൺ നമ്പർ ഞാൻ ഇതേപോലെ തന്നെ വെറുതെ എൻ്റർ ചെയ്യുന്നു. നമ്മൾ ഒരു കമ്പനിയിൽ പുതിയ എൻട്രി വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ഡാറ്റ ഓട്ടോമാറ്റിക്കായിട്ട് അവർ റെക്കോർഡബിൾ ആയിരിക്കുക അല്ലേ. ഒരു കമ്പനി നമ്മൾ ഇതിനായിട്ട് ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളതിൽ വർക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അവരുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ്, കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് അതൊക്കെ അവിടെ എൻ്റർ ചെയ്തിട്ടുണ്ടാവും ആണല്ലോ. ഇപ്പോൾ ഞാനിവിടെ വെറുതെ ഒരു ഡാറ്റ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവരെ ലാസ്റ്റ് വന്നിട്ടുള്ള എൻട്രി എന്താണെന്നുണ്ടെങ്കിൽ അത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇവർ വന്നിട്ടുള്ളത് 20/5 ലാസ്റ്റ് എൻട്രി വന്നിട്ടുള്ളത്. 20/7/2021 ഇയാളുടെ ലാസ്റ്റ് എൻട്രി, ഇയാളുടെ 18/7/2021 ലാസ്റ്റ് എൻട്രി, ഇവിടെ 15/7/2000. അതിപ്പോൾ നമ്മൾ അവസാനം അവർ വന്ന് പോണ സമയത്ത് നമ്മൾ ഡേറ്റ് ഉണ്ടാവുമല്ലോ, ആ ഡേറ്റ് ആവും നമ്മുടെ ലാസ്റ്റ് എൻട്രി ആയിട്ടൊക്കെ കാണിക്കുക കേട്ടോ. 14/5/2021, പിന്നെ ഇവിടെ 5/8/2021, പിന്നെ 1/8/2021 ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതേവരെ കമ്പനി തരാനായിട്ടുള്ള ബാലൻസ് എമൗണ്ട് ചിലപ്പോൾ നമ്മൾ ഒരു മാസം അവസാനമൊക്കെ ആവും ചിലപ്പോൾ എമൗണ്ട് ക്ലോസ് ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോൾ കമ്പനികൾക്ക് ക്രെഡിറ്റ് കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ടാവാം അല്ലേ, ബാലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവിടെ വരുന്ന കമ്പനികളുടെ എല്ലാ ഡീറ്റെയിൽസുകളും നമ്മൾ ഇനി പുതിയൊരു കമ്പനി വരികയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ ഇതിൽ സെറ്റ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? എന്നിട്ട് ഞാൻ നേരത്തെ ചെയ്തിരുന്ന പോലെ ആ ടേബിളിനെ മൊത്തം സെലക്ഷൻ ചെയ്യുക. അപ്പോൾ കുറേ എൻട്രി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഭാഗം സെലക്ഷൻ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല, മനസ്സിലായ? നാളെ എന്തെങ്കിലും ഒരു അപ്ഡേഷൻസ് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആൻസറിൻ്റെ ടേബിളിൽ അത് എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിന് മൊത്തം സെലക്ഷൻ ചെയ്ത് വെച്ച് കൊടുത്ത് ഞാനിവിടെ നെയിം ബോക്സിൽ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നിന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു പേര് കൊടുത്തു. ഇപ്പോൾ കമ്പനി ലിസ്റ്റ് എന്നുള്ളൊരു പേര് കൊടുത്തു. എന്ത് പേര് വേണമെങ്കിലും കൊടുക്കട്ടാ, കമ്പനി ലിസ്റ്റ്. അതിൻ്റെ ഇടയിൽ സ്പേസ് ഉപയോഗിക്കാതിരുന്നാൽ മതി, മനസ്സിലായില്ലേ? നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിലേ സ്പേസുകളൊന്നും യൂസ് ചെയ്യരുത് കേട്ടാ. സ്പേസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റും. അപ്പോൾ ഇവിടെ ഒറ്റയടിക്ക് തന്നെ ചെയ്തോളൂ നമ്മൾ കമ്പനി, അല്ലെങ്കിൽ കമ്പനി പിന്നെ അണ്ടർസ്കോറൊക്കെ കൊടുത്തിട്ട് ചെയ്താലും മതി. കമ്പനി ലിസ്റ്റ് എന്നുള്ള പേരൊക്കെ കൊടുത്തു അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. സ്പേസ് ഉപയോഗിക്കരുതെന്ന് മാത്രം കേട്ടാ. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യാം. എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും, ഈ കാണുന്ന ഡാറ്റകളുടെ പേര് കമ്പനി ലിസ്റ്റ് എന്നായിട്ട് മാറി. ക്ലിയർ അല്ല? ഈ ഭാഗം മനസ്സിലായില്ലേ?
മനസ്സിലായി. അപ്പൊ ഈ നെയിം എവിടെ ലിസ്റ്റ് ആവും? അത് നമ്മൾ F3 അടിക്കുമ്പോ ഇതായത് ഈ ഫയൽ എവിടെ സേവ് ചെയ്യാന്നാണോ ചോദിച്ചത്? ഈ ഫയലുകൾ സേവ് ചെയ്യണത് നമ്മളെ ഡിഫൈൻ നെയിം എന്ന് പറഞ്ഞിട്ട് കിടക്കുന്ന ഒരു ഭാഗമുണ്ട് ഫോർമുലയില് ഡിഫൈൻ നെയിം എന്നിട്ട് നമ്മളവിടെ വരുന്നുണ്ട്. ആ ഭാഗത്താണ് ഇത് ലിസ്റ്റ് ആവുക. കണ്ടോ, നമ്മൾ നേരത്തെ കൊടുത്ത 2 ലിസ്റ്റ്, ഒന്ന് കമ്പനി ലിസ്റ്റും ഒന്ന് ഐറ്റം ലിസ്റ്റും കണ്ടല്ലോ. അവിടെ സേവ് ആവും, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവും. നമുക്ക് ഫോർമുല എന്നുള്ള ഒരു മെനു കണ്ടോ അവിടെ? ഫയല്, ഹോം, ഇൻസെർട്ട്, പേജ് ലേഔട്ട്, ഫോർമുല എന്നൊരു ഓപ്ഷൻസ് കണ്ടോ? ഹോമിലാണോ വരുന്നത്? അല്ല, ഹോമിലല്ല, ഫോർമുല എന്ന് പറഞ്ഞിട്ട് കിടക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫൈൻ നെയിം എന്ന് പറഞ്ഞിട്ട് കിടക്കുന്ന ഒരു ഭാഗം കാണാം. അതിൽ ഡിഫൈൻ നെയിം കണ്ടല്ലോ. ഡിഫൈൻ നെയിമിന്റെ ഉള്ളില് നമ്മൾ ഡിഫൈൻ നെയിം എന്നുള്ളതിന്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ യൂസിൻ ഫോർമുല ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. നമ്മൾ ഈ നെയിം മാനേജറിന്റെ ഉള്ളിലാണ് അത് ഉണ്ടാവുക. കണ്ടാ, നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഫോർമുലാസുകളൊക്കെ നെയിം മാനേജറിന്റെ ഉള്ളിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് നമ്മൾ നോക്കണമെന്നില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റത്തിൽ അവിടെ അപ്ഡേഷൻസ് ആയിരിക്കും. ഇനി നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് നോക്കൂ. ഇപ്പം ഞാൻ ആൻസർ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കോഡ് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ഷീറ്റിലാണ് ചെയ്തത്. അതിൽ ചെയ്യണമെങ്കിൽ അതിൽ തന്നെ ചെയ്യാട്ടോ, കുഴപ്പമുള്ള കേസല്ല. കോഡ് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് പ്രിന്റ് ചെയ്യണം? കമ്പനി പ്രിന്റ് ചെയ്യണം, അഡ്രസ്സ് പ്രിന്റ് ചെയ്യണം. നോക്കൂ, കമ്പനി, അഡ്രസ്സ്, പിന്നെ എന്തൊക്കെ പ്രിന്റ് ചെയ്യണം? ഫോൺ നമ്പർ, ലാസ്റ്റ് എൻട്രി, ബാലൻസ്. ഫോൺ നമ്പർ, ലാസ്റ്റ് എൻട്രി, അതേപോലെ തന്നെ ബാലൻസ്. ക്ലിയർ ആണല്ലോ? ഇത് ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ, കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രിന്റ് ചെയ്യണം. മനസ്സിലായ? കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസുകളും ഇവിടെ പ്രിന്റ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? കോഡ് ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ് A5 എന്ന് അടിച്ചു കഴിഞ്ഞാൽ A5 ഏതാ കമ്പനി, A5 എന്താണ് അതിൻ്റെ അഡ്രസ്സ്, എന്താണ് അതിൻ്റെ ഫോൺ നമ്പർ, അത് ലാസ്റ്റ് എൻട്രി എന്താണ്, ബാലൻസ് എന്താണെന്നുള്ളത് പ്രിന്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ VLOOKUP വെച്ചിട്ട് തന്നെ ഇതിൽ ചെയ്യാനായിട്ട് പറ്റും. ശ്രദ്ധിക്കുക, ഈക്വൽ ടു VLOOKUP ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ കോഡിൻ്റെ സെല്ല്, കോഡ് അടിക്കുമ്പോഴാണല്ലോ വരേണ്ടത്. എന്താണോ ലുക്കപ്പ് വാല്യൂ അതാണ് നമ്മുടെ സെല്ല്. ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ടൈപ്പ് ചെയ്താൽ ഉദ്ദേശിക്കുന്ന സെല്ല്. ക്ലിയർ ആണല്ലോ? കോമ F3 അടിക്കുക കീബോർഡ് മേ. ഇപ്പോൾ ചില ആൾക്കാരുടെ കീബോർഡിന് F3 അടിക്കുമ്പോൾ ചിലപ്പോൾ ലാപ്പൊക്കെ ആകുമ്പോൾ ചില സമയത്ത് അത് സപ്പോർട്ട് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫങ്ഷൻസ് കീ അമർത്തി പിടിച്ചിട്ട് F3 അടിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അതെന്താ വെച്ചാൽ ഈ F3 എന്ന് പറയുന്നത് F1, F2, F3, F4, F5 എന്നുള്ള മേലത്തെ കാണുന്ന ആ കീകൾ കംപ്ലീറ്റ് ഫങ്ഷൻസിന്റെ കീകളാണ്. അപ്പൊ ചില സമയത്ത് ഈ F3ക്ക് ചിലപ്പോൾ എടുക്കണ്ടാവുക വല്ല വൈഫൈയുടെ ചിഹ്ന, അല്ലെങ്കിൽ വല്ല കളർ കറക്ഷൻസ്, അല്ലെങ്കിൽ സൗണ്ട് ഒക്കെ ആവും. അപ്പോൾ നമ്മൾ F3 അടിക്കുമ്പോൾ ചിലപ്പോൾ സിസ്റ്റം വർക്ക് ചെയ്യുക, വൈഫൈ ഓൺ ആവും, ഓഫ് ആവുക, അങ്ങനെയൊക്കെ ചിലപ്പോൾ ചില സമയത്ത് വരിക. അപ്പൊ അത് നിങ്ങളുടെ തെറ്റല്ല. അതെന്താ വെച്ചാൽ ഫങ്ഷൻസ് കീ ഓണായി കിടക്കണ കാരണം വരുന്നൊരു സംഭവമാണത്. മനസ്സിലായ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫങ്ഷൻസ് എന്നിട്ടൊരു കീ കാണാം, കീബോർഡിന്റെ അടിയിൽ കാണാം, ഫങ്ഷൻസ് എന്നുള്ളൊരു കീ കാണാം. FN എന്നിട്ടൊരു കീ കണ്ടില്ലേ, FN, അത് അമർത്തി പിടിച്ചിട്ട് അടിച്ചോളൂ കേട്ടോ, വന്നില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫങ്ഷൻസ് കീയിൽ എടുത്തപ്പോൾ നമ്മുടെ കമ്പനി ലിസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഇവിടെ വന്നു. ക്ലിയർ ആണല്ലോ? അതിൽ നിന്ന് നമ്മൾ ആ കമ്പനി ലിസ്റ്റ് എന്നുള്ള ഡാറ്റ എടുത്തു, കോമ, അതിൽ കമ്പനി എടുക്കുന്നത് എത്രാമത്തെ കോളത്തിലാണ്? 2-ലാണ് അല്ലേ? കോമ, ഫോൾസ്, ബ്രാക്കറ്റ്. നമുക്കിപ്പോ ഒരു ഡാറ്റ കൂടെ വേണം, കമ്പനി കൂടാതെ ഒരു ഡാറ്റ കൂടെ വേണമെങ്കിൽ കോമ ഇട്ട് കൊടുത്താൽ മതിയോ? ഇല്ല, അത് അടുത്ത സെല്ലിൽ വേണം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട്. മനസ്സിലായ? അടുത്ത ഫോർമുലയിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഒരു ഡാറ്റ കൂടി വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ നമുക്ക് ഈ അഡ്രസ് തന്നെ ഒരു കോളത്തിന്റെ വ്യത്യാസത്തിൽ ചെയ്യാം. മനസ്സിലായ? ഇപ്പൊ ഇത് 2 ഓക്കെ, 2 പ്രിന്റ് ചെയ്തു. ഇനി ഒന്ന് ശ്രദ്ധിക്കട്ടോ, എക്സലിൽ ഒരു 1-2 ഓപ്ഷൻസിൽ നമ്മൾ പറയാം. ശരിക്കും എക്സലിൽ ഒരു ഇക്വേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്താൽ മതി അല്ലേ, അടിയിലേക്ക് ആവുമ്പോൾ. പക്ഷെ ഇതിൽ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒന്ന്, നമ്മൾ ഇതിനങ്ങോട്ട് ഡ്രാഗ് ചെയ്തു, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊക്കെ വന്നു. പക്ഷേ ഇവിടെ നോക്കി നോക്കൂ നിങ്ങൾ, A2 എന്നുള്ള കമ്പനി എൻ്റർ ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ പേര് മാത്രമേ പ്രിന്റ് ചെയ്തിട്ടുള്ളൂ. മനസ്സിലായോ? കമ്പനിയുടെ പേര് മാത്രമേ പ്രിന്റ് ചെയ്തിട്ടുള്ളൂ. എന്താണ് ഇത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രദ്ധിക്കുക, ശരിക്കും എല്ലാതും വരേണ്ടതല്ലേ, എല്ലാതും വരേണ്ടതല്ലേ ശരിക്കും. അപ്പോൾ ഇവിടെ എന്താണ് അതിൻ്റെ വിഷയം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള സെല്ല് ഇതാണ് അല്ലേ, ഈ കോഡിൻ്റെ സെല്ലാണ് H5 ആണല്ലോ. നമ്മളിത് അടിയിലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ H5 പകരം എന്തായി മാറി? അവിടെ കണ്ട H6 ആയി മാറി. നമ്മളിങ്ങനെ അടിയിലേക്ക് ഡ്രാഗ് ചെയ്യും തോറും ആ മേലുള്ള സെല്ലുകളും ഡ്രാഗ് ചെയ്ത് വരും. പക്ഷെ അത് തെറ്റാണല്ലോ. കാരണം വെച്ചാൽ H6 എന്നുള്ളത് എന്താണ്? കമ്പനിയുടെ പേരാണ്. അതിന്റെ അടിസ്ഥാനത്തിലല്ലോ, H5 അടിസ്ഥാനത്തിൽ തന്നെയല്ലേ നമ്മൾ കാണുന്നത്. അപ്പൊ നമുക്ക് എന്താണ്, ഈ സെല്ല് കോൺസ്റ്റന്റ് ആണ് അല്ലേ. ഈ സെല്ല് ഒരിക്കലും മാറാൻ പാടില്ല. കമ്പനി ആയാലും ബാലൻസ് ആയാലും ലാസ്റ്റ് എൻട്രി ആയാലും എന്ത് കാണുന്നുണ്ടെങ്കിലും അത് കോഡിന്റെ അടിസ്ഥാനത്തിലാണ് ആണല്ലോ. അപ്പോൾ ഈ H5 എന്നുള്ള സെല്ല് എന്താണ്? കോൺസ്റ്റന്റ് ആണ്, ഫിക്സഡ് ആണ്. ഓക്കെ. അപ്പോൾ ഈ കോൺസ്റ്റന്റ് ആയിട്ടുള്ള സെല്ലുകളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എക്സലിൽ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻസ് ആണ് ഡോളർ എന്നുള്ള സിമ്പൽ. ഡോളർ കണ്ടില്ലേ? അതായത് 4 എന്നുള്ള നമ്പറിന്റെ മുകളിൽ കണ്ടില്ലേ ഡോളറിന്റെ സിമ്പല്? അത് ഒന്നെങ്കിൽ നമുക്ക് Hന്റെ മുന്നിലും 5ന്റെ മുന്നിലും ആഡ് ചെയ്യാം, ടൈപ്പ് ചെയ്യാം. കാണിച്ചു തരാം. ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഷിഫ്റ്റ് 4 എന്ന് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഡോളറിന്റെ ചിഹ്നം വരും. പക്ഷേ അത് അങ്ങനെ ചെയ്യണ്ട. അതിനായിട്ട് എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കീബോർഡിന്റെ മുകളിൽ F4 എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ രണ്ട് സൈഡിലും അവർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഡോളർ ഇൻസേർട്ട് ചെയ്യും. F4 കേട്ടാ, F4. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും കാരണവശാൽ F4 ഫങ്ഷൻസ് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഫങ്ഷൻസ് കീ അമർത്തി പിടിച്ചിട്ട് F4 അടിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടാ. ഓക്കെ. അപ്പോൾ രണ്ട് സൈഡിലും ഡോളർ വന്നു. നമ്മളിതിനെ എൻ്റർ ചെയ്തു. ഇനി ഒന്നുകൂടി ഡ്രാഗ് ചെയ്തു. ഞാനിവിടെ A1 എന്നുള്ള പ്രൊഡക്റ്റ് അടിച്ചപ്പോൾ എല്ലാറ്റിലും A വന്നു. അതിൻ്റെ കാരണം എന്താ? ഇതിന്റെ കാരണം എന്താന്ന് പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് എല്ലാറ്റിലും A വന്നത്? ഫിക്സ്ഡ് ആയതുകൊണ്ട് അല്ല. ഇവിടെ നമ്മൾ ഇക്വേഷൻ കൊടുത്തത് എന്തായിരുന്നു? 2 ആയിരുന്നു അല്ലേ? അത് ഡ്രാഗ് ചെയ്തപ്പോ എല്ലാറ്റിലും 2 തന്നെയാ വന്നിട്ടുണ്ടാവുക. മനസ്സിലായില്ല? കോളം ഇൻഡെക്സ് നമ്പർ 2 തന്നെയല്ല എല്ലാറ്റിലും വന്നുള്ളത്. കണ്ടാ? അപ്പൊ അത് എല്ലാവരും 2ലുള്ള ആൻസർ ആണ് പ്രിന്റ് ചെയ്തുള്ളത്. അപ്പൊ നമുക്കിത് എന്ത് ചെയ്യണം? കമ്പനി അഡ്രസ് എടുക്കണം 3ാമത്തെ കോളത്തിലാണ്, മറ്റേ 4ാമത്തെ കോളത്തിലാണ്, ഇത് എടുക്കണം 5ാമത്തെ കോളത്തിലാണ്, ഇത് എടുക്കണം 6ാമത്തെ കോളത്തിലാണ്. ഇനി നിങ്ങൾ നോക്കി നോക്കൂ, A4 കണ്ട, A1 മനസ്സിലായല്ലോ, A2, A3 കണ്ടോ? ഈ ഭാഗം മനസ്സിലായ? ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ ഡാറ്റകൾ, പല തരത്തിലുള്ള ഡാറ്റകളിൽ നമുക്ക് VLOOKUP എന്നുള്ള ഇക്വേഷൻസിലൂടെ വർക്ക്ഔട്ട് ചെയ്യിക്കാനായിട്ട് പറ്റും. നമ്മൾ അതിന്റെ ഒരു ഐഡിയ, അതിന്റെ ഒരു ലോജിക് ഒന്ന് മനസ്സിലാക്കി വെക്കണം മാത്രം. മനസ്സിലായില്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് ഏത് വർക്കും ഇതേപോലെ ഒരൊറ്റ ഡാറ്റകളെ, ഇപ്പം കമ്പനിയുടെ ഡാറ്റകളൊക്കെ ഇതേപോലെ നമുക്ക് കോഡിന്റെ അടിസ്ഥാനത്തിൽ പ്രിന്റ് ചെയ്യിക്കണം, അല്ലെങ്കിൽ ആൾക്കാരുടെ സാലറിയുടെ ലിസ്റ്റ് പ്രിന്റ് ചെയ്യിക്കണം. സംഭവം മനസ്സിലായ? അപ്പൊ ഒരാളുടെ ഇന്നലെ പഠിച്ച ടൂൾ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. കോഡ്, നെയിം, ബേസിക് സാലറി, TA, DA, HR, PF എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേബിൾ മൊത്തം സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ. എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? കോഡ്, ഇവിടെ നെയിം, ഇവിടെ ബേസിക് സാലറി, ഇവിടെ TA, DA, HR, അവിടുത്തെ ഹെഡിങ് തന്നെ ഇതേപോലെ സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇപ്പൊ നമ്മൾ സാലറി കൊടുക്കുന്ന സമയത്ത് ഐഡന്റിറ്റി കാർഡായിട്ട് ID കാർഡായിട്ട് നമ്മുടെ ഓഫീസിൽ എത്തിക്കഴിഞ്ഞാലാണ് നമ്മൾ അക്കൗണ്ട്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളത് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ ഇവര് സാലറി മേടിക്കാൻ വരുന്ന എന്നാണ് സാലറി ഡേറ്റ് എന്നുണ്ടെങ്കിൽ അവർ ID കാർഡായിട്ട് വന്നപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു 10,000 ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ സാലറി കൊടുക്കാതിരിക്കുന്ന ആൾക്കാർക്ക് ഇത് ആരാണ്, എന്താണ്, ഇവരുടെ അക്കൗണ്ട് നമ്പർ എന്താണെന്നൊക്കെ പറയല് ഭയങ്കര റിസ്ക് അല്ലേ?
അപ്പോൾ അവരുടെ കോഡ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കോഡ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒരൊറ്റ ക്ലിക്കിൽ നമ്മുടെ സിസ്റ്റത്തിലേക്ക് പ്രിന്റ് ചെയ്യും. മനസ്സിലായ? അവരിപ്പോൾ 1110 എന്നുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 1110 എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ കമ്പനിയിൽ ഇയാൾ ജോയിൻ ചെയ്യണ സമയത്ത് ഇയാളുടെ പേര്, ഇയാളുടെ അഡ്രസ്സ്, ഇയാളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ഇയാളുടെ അക്കൗണ്ട് നമ്പർ, എല്ലാ ഡീറ്റെയിൽസുകളും നമ്മളവിടെ വാങ്ങി വെച്ചിട്ടുണ്ടാവും തുടക്കത്തിൽ. ആ ഡാറ്റ കൊണ്ട് പ്രിന്റ് ചെയ്യും. മനസ്സിലായ? അപ്പൊ അങ്ങനെ പല ഉപയോഗങ്ങളുണ്ടെന്ന് പറയാം. ഓരോ വർക്കിനും നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിലൂടെയാണ് ഈ VLOOKUP-നെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുക. മനസ്സിലായല്ലോ? ഭാഗം മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഒരൊറ്റ ഡാറ്റകൾ അത് ആ VLOOKUP ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആ കാണുന്ന ഫോർമാറ്റുകൾ. ഇപ്പൊ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ ഞാനിവിടെ കാണിക്കാം, നോക്കൂട്ടാ. ഇതൊരു ഡാറ്റയാണ്, ഞാൻ കോപ്പി ചെയ്തിട്ടുള്ള ഡാറ്റയാണ്. ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഡാറ്റ ഞാനെടുത്ത് കാണിക്കുന്നത്. ഈ ഡാറ്റ നോക്കൂ, എത്ര ഡാറ്റ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9995 ഡാറ്റ ഉണ്ട്. മനസ്സിലായ? ഇത്രയും ഡാറ്റ ഉണ്ട്, 9995 ഡാറ്റ ഓൾറെഡി ഇതിലുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് VLOOKUP ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ശരിക്കും മനസ്സിലാവും. മനസ്സിലായല്ലോ? അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ടേബിളിനെ മൊത്തം സെലക്ഷൻ ചെയ്തു കേട്ടോ. ഈ ടേബിളിനെ ഞാൻ മൊത്തം സെലക്ഷൻ ചെയ്തു. കുറച്ചധികം ഡാറ്റ ഉള്ളത് കൊണ്ടാണ് സമയം പിടിക്കുന്നത്. ടേബിളിനെ മൊത്തം ഞാൻ സെലക്ഷൻ ചെയ്തിട്ട് ഞാനിതിനൊരു പേര് കൊടുത്തു. അപ്പോൾ ഞാൻ ഡാറ്റ എന്നുള്ള ഒരു പേര് കൊടുത്തു, വെറുതെ എൻ്റർ അടിച്ചു. അപ്പോൾ ഓൾറെഡി ഈ കാണുന്ന കംപ്ലീറ്റ് ഇതിനെ ഡാറ്റ എന്നുള്ള പേര് വന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി ഞാൻ ചെയ്യാൻ പോണത് ഇതിൻ്റെ ഹെഡിങ്ങുകളൊക്കെ ഇല്ലേ, ഹെഡിങ്ങുകളൊക്കെ ഞാൻ അപ്പുറത്തേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇതിനെ കോപ്പി ചെയ്തു, ഒരു പുതിയ ഷീറ്റിൽ പേസ്റ്റ് ചെയ്തു. ഓർഡർ ID, ഓർഡർ ഡേറ്റ്, അത് കോപ്പി ഇവിടെ പേസ്റ്റ് ചെയ്യണം കേട്ടോ. പേസ്റ്റ് ചെയ്തു. പിന്നെ ഷിപ്പ് ഡേറ്റ് കോപ്പി ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇവിടെ ഷിപ്പ് മോഡ് കോപ്പി ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. കസ്റ്റമർ ID കോപ്പി ചെയ്തു. Ctrl+C കോപ്പി, Ctrl+V പേസ്റ്റ് ഇട്ടാ. Ctrl+C കോപ്പി, Ctrl+V പേസ്റ്റ്. പിന്നെ അടുത്തത് കസ്റ്റമർ ID കഴിഞ്ഞില്ല. കസ്റ്റമർ നെയിം Ctrl+C, കസ്റ്റമർ നെയിം കൊടുത്തു, ഇത് കൊടുത്തു, സെഗ്മെൻറ്റ് കൊടുത്തു, കൺട്രി കൊടുത്തു, സിറ്റി കൊടുത്തു, സ്റ്റേറ്റ് കൊടുത്തു, പോസ്റ്റൽ കോഡ് കൊടുത്തു. ഇത് ആദ്യത്തെ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ. പിന്നെ അത് കറക്റ്റായിട്ട് വരും കേട്ടോ. റീജിയൻ കൊടുത്തു, പ്രൊഡക്റ്റ് ID കൊടുത്തു, കാറ്റഗറി കൊടുത്തു, സബ് കാറ്റഗറി കൊടുത്തു, പ്രൊഡക്റ്റിൻ്റെ പേര് കൊടുത്തു, എത്ര സെയിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ട് കൊടുത്തു. അതായത് ആ ഡാറ്റകളിൽ നിന്നുള്ള കംപ്ലീറ്റ് റിപ്പോർട്ടുകൾ, ക്വാണ്ടിറ്റി കൊടുത്തു, ഡിസ്കൗണ്ട് കൊടുത്തു, ദെൻ പ്രോഫിറ്റ് കൊടുത്തു. ഓക്കെ, ഇത്രയും ഡാറ്റകൾ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോം പോലെ. അപ്പോൾ മാനേജർ നമ്മളോട് പറയുകയാണ്, ഓഡിയോ വന്നിട്ട് പറയാണ്, ഇന്ന പ്രൊഡക്റ്റ് ഇന്നത് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് റിപ്പോർട്ട് കിട്ടണം.
അപ്പോൾ നമ്മൾ ഇതിന് എത്ര എണ്ണം വരെ വിറ്റു, അല്ലെങ്കിൽ ഇന്ന ID എത്ര എണ്ണം വരെ നമ്മൾ സെയിൽ ചെയ്തു, അല്ലെങ്കിൽ എത്ര എണ്ണം നമ്മൾ വിറ്റു, അങ്ങനെയൊക്കെയുള്ള ഡാറ്റകളെ കംപ്ലീറ്റ് കിട്ടണമെന്ന് വിചാരിക്കാം. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ നമ്മളതിന് പേര് കൊടുത്തിട്ടുണ്ട്. ഡാറ്റകളെ കംപ്ലീറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് പേര് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻസ് വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കിട്ടാണ് ഈക്വൽ ടു VLOOKUP. അപ്പോൾ ഈ രണ്ടാമത്തെ കോളത്തിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ID കൊടുക്കുമ്പോഴല്ലേ നമുക്ക് വരേണ്ടത്. ഓക്കെ. അതാണ് നമ്മൾ IDനോട് ഒഴിവാക്കിയിട്ടത് കേട്ടാ. നമ്മൾ എന്താണോ എൻ്റർ ചെയ്യണത് അത് അടിക്കുമ്പോഴേ വരേണ്ടതായ കാരണം അതാണ് നമ്മളവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. അതിലാണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത് കേട്ടാ. ഈക്വൽ ടു VLOOKUP ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഈ സെല്ല് ID അടിക്കുമ്പോഴാണ് വരുന്നത്. ഇതിൽ കോഡല്ല, ഇതിൽ ID ആണ് നമ്മൾ ഡാറ്റയായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഫസ്റ്റ് സെല്ല് തന്നെയാണ് എപ്പോഴും ഡാറ്റയായിട്ട് വരിക കേട്ടാ. സെല്ല് കോമ, പിന്നെ എന്ത് ചെയ്യുക, F3 അടിക്കുക, നമ്മുടെ ഫയൽ ഇൻസേർട്ട് ചെയ്യുക, കോമ, അതിൽ 2 കോമ ഫോൾസ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിച്ചു. ഇനി ഞാൻ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ ഈ D4 എന്നുള്ള സെല്ലിന് ഞാൻ ഡോളറിൻ്റെ സിമ്പിൾ കൊടുത്തു, എൻ്റർ അടിച്ചു. ഞാൻ എന്ത് ചെയ്തു, ഇതിന് മൊത്തം അങ്ങോട്ട് ഡ്രാഗ് ചെയ്തു. ഈ 2 കൊടുത്തത് ഏതായിരിക്കും അവിടെ കിട്ടിയിട്ടില്ല. 2 കൊടുക്കുന്നത് നമ്മളെ ഈ കാണുന്ന കോളത്തിന്റെ നമ്പർ കണ്ട, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6, ഇത് 7, ഇത് 8, 9 അങ്ങനെ. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മൾ ടേബിൾ മൊത്തം സെലക്ഷൻ ചെയ്ത് കൊടുത്തിട്ട് ഒരു പേര് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതിലെ രണ്ടാമത്തെ കോളത്തിലുള്ള ആൻസർ ആണ് ഇവിടെ പ്രിന്റ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഓർഡർ ഡേറ്റ് രണ്ടാമത്തെ കോളത്തിലാണ്. നോക്കൂ, ഇവിടെ നോക്കൂ, ഓർഡർ ഡേറ്റ് എത്രാമത്തെ കോളത്തിലാണ് എടുക്കുന്നത് നോക്കി. രണ്ടാമത്തെ കോളത്തിലല്ലേ? ഇത് 1, ഇത് 2, അതാണ് 2 കേട്ടാ. ഇപ്പൊ നമുക്ക് C കൂടെ ചെയ്യണമെങ്കിൽ 3 കൂടെ കൊടുക്കാവോ അവിടെ കോമ ഇട്ടിട്ട്? ഇല്ല, അതിൽ ചെയ്യാൻ പറ്റില്ല. ഇതിലിപ്പോ നമ്മള് ചോദിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാല്, സാറിപ്പോ ചോദിച്ചത് അതായത് ഇപ്പൊ 2 കോമ പിന്നെ 3 എന്നാണോ ഉദ്ദേശിച്ചത്? അത് കിട്ടില്ല. മനസ്സിലായില്ലേ? അതിന് നമ്മൾ വേറെ സെപ്പറേറ്റ് കോളം കൊടുക്കണം. 2 ആർഗ്യുമെന്റ് നമുക്ക് ഒരു സമയം കൊടുക്കാൻ പറ്റില്ല. കണ്ടില്ല, എങ്ങനെ എറർ കാണിക്കും. മറിച്ച് ഇപ്പൊ 3 വേണമെന്നുണ്ടെങ്കിൽ അത് അടുത്ത കോളത്തിൽ 3 പ്രിന്റ് ചെയ്യിക്കാമല്ലോ നമുക്ക്. ഇനി ഇതൊക്കെ ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, ഈ 2ന് പകരം 3 കണ്ട, ഇതിന് പകരം 4, ഇത് 4ാമത്തെ കോളത്തിലാവും എടുക്കണ്ടാവുക. ഷിപ്പ് മോഡ് കസ്റ്റമർ ID എടുക്കുന്നത് 5ാമത്തെ കോളത്തിലാവുക, ഇത് 6ാമത്തെ കോളത്തിലാവുക. കസ്റ്റമറിന്റെ നെയിം ഇത് 7ാമത്തെ കോളത്തിലാവുക. ക്ലിയർ ആണല്ലോ? ഇത് 8. നമുക്ക് ചെയ്യാൻ പറ്റും. അത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമ്മൾ എടുക്കുന്ന ടേബിളുകളുടെ അടിസ്ഥാനത്തിൽ ഇക്വേഷൻസുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുന്നു മാത്രം. ഇതിപ്പോ വെർട്ടിക്കൽ ആയിട്ടുള്ള ടേബിൾ ആയ കാരണം VLOOKUPഉം, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ടേബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് HLOOKUP ഉപയോഗിക്കാം. പക്ഷെ വേറെ കേസ് ഉണ്ട്. ഇപ്പൊ സാറ് ചോദിച്ചത് ഇവിടെ ഓർഡർ ഐ ഡി അതിന്റെ അടിയിൽ ഓർഡർ ഡേറ്റ് അതിന്റെ അടിയിൽ വരും. ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. ഞാനിത് ഇപ്പോൾ വെർട്ടിക്കലായിട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ID ഹെഡിങ്, ഓർഡർ ഡേറ്റ് ഹെഡിങ്, ഷിപ്പ് ഡേറ്റ് ഹെഡിങ്, ഷിപ്പ് മോഡ് അതിന്റെ അടിയിൽ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടാ. ഇവിടെ 8 കൊടുത്തു, ഇനി ഇവിടെ 9 കൊടുത്തു, ഇവിടെ 9 കൊടുത്തു, ഇവിടെ 10 കൊടുത്തു, ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ മാത്രം കുറച്ച് സമയം പിടിക്കും. കാരണം വെച്ചാൽ ഇക്വേഷൻസ് അപ്ലൈ ചെയ്ത് വരണ്ടേ. 10 വരെ ആയിട്ടുണ്ട്. ഇനി 11ാമത്തെ 11, ഇവിടെ 12, ഇവിടെ 13, ഇവിടെ 14. തെറ്റെഴുതിട്ടാ, നമ്പർ തെറ്റെഴുതിട്ടാ. ഇവിടെ 13, നമ്പർ ഒരു ചെറിയ തെറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് 14, ഇവിടെ 15, ഇവിടെ 16, ഇവിടെ 17. ഓക്കെ,
ഇനിയുണ്ട് അല്ലേ, ഇവിടെ 18, ക്വാളിറ്റി എടുത്തിട്ടുള്ളൂ, ഇവിടെ 17, ഓക്കെ, ഇവിടെ 18, ഇവിടെ 19, ഇവിടെ 20. ഓക്കെ, നമ്മുടെ ഡാറ്റ കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ നോക്കി നോക്കിയേ, ഈ കസ്റ്റമർ ഈ ഓർഡർ ഐ ഡിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇപ്പം ഞാൻ തൽക്കാലം കുറച്ചൊരു ഓർഡർ ഐ ഡി ഞാൻ ഇങ്ങോട്ട് വെറുതെ ഒന്ന് കോപ്പി ചെയ്തിട്ടാണ് ടൈപ്പ് ചെയ്യാൻ എളുപ്പത്തിന് നോക്കൂ, ഇത്രയും പ്രൊഡക്റ്റിൽ കോഡ്. അപ്പം ഞാൻ ഇന്ന ആളാണ് വന്നുള്ളത്, അപ്പോൾ അത് അവിടെ നിന്ന് എടുത്തിട്ട് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഐ ഡീനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് റിപ്പോർട്ട് പ്രിന്റ് ചെയ്ത് തരണം. നിങ്ങൾ എത്ര സമയം എടുക്കും അറിയാം, 9,995 ഡാറ്റകളിൽ നിന്നാണ് ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ഡാറ്റ ഫിൽട്ടർ ചെയ്ത് വന്നുള്ളത്. സംഭവം മനസ്സിലായ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ വലിയ ഡാറ്റകളുടെ മുകളിൽ ചെയ്യുമ്പോഴാണ് അത് കണ്ട. ഇപ്പോൾ ഈ എൻട്രി ആണ് ഒരു കസ്റ്റമർ ഐ ഡി ആണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമർ ഐ ഡി അവിടെ എൻട്രി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ട ആ കസ്റ്റമർ ഐ ഡിനെ കുറിച്ചിട്ടുള്ള ഡാറ്റകളാണ് അവിടെ പ്രിന്റ് ചെയ്തിട്ടുള്ളത്. സംഭവം മനസ്സിലായില്ലേ. ഓർഡർ ഐ ഡി എന്നത് ഓർഡർ ഡേറ്റ്, ഷിപ്പ് ഡേറ്റ്, ഷിപ്പ് മോഡ്, കസ്റ്റമർ ഐ ഡി, കസ്റ്റമർ നെയിം, സെഗ്മെന്റ്, കൺട്രി, സിറ്റി, സ്റ്റേറ്റ്, പോസ്റ്റ് കോഡ് ഒറ്റയടിക്ക്. കാരണം ഇത്രയും ഡാറ്റകളിൽ നിന്നാണ് ഈ ഭാഗം ഇവിടെ ഫിൽട്ടർ ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ. അപ്പം വളരെ എന്താണെന്ന് പറഞ്ഞാൽ അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 9,955 ഡാറ്റകളിൽ നിന്ന് നമ്മൾ അടിക്കുന്ന ഒരു എൻട്രി മാത്രം പ്രിന്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സംഭവം തന്നെയല്ലേ അല്ലേ. ക്ലിയർ ആണല്ലോ, ഈ ഭാഗം മനസ്സിലായില്ലേ. ഇനിയിപ്പോൾ സാറ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇതേ ഐഡികളൊക്കെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്യാൻ പറ്റുമെന്നാണ് പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ചെയ്യാൻ പറ്റും. ഇത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, അത് നമ്മളവിടേക്ക് എത്തിയിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്ത വർക്ക് പറയാതെ ചെയ്തത്. അത് സാർ ചോദിച്ച ഡൗട്ടായ കാരണം ഞാൻ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ചു എന്ന് മാത്രം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഡാറ്റ ഇങ്ങനെയാണ് അല്ലേ. അതിപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെയ്തുകൂടാ. ഇവിടെ ഈക്വൽ ടു വി ലുക്കപ്പ് കണ്ട, വി ലുക്കപ്പ്. ഓക്കെ, ഒരു മിനിറ്റ് ഒന്ന് സൂം ചെയ്യാം. ഈക്വൽ ടു ഇതിന്റെ സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കട്ടോ. ഈക്വൽ ടു വി ലുക്കപ്പ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, കോഡിന്റെ സെല്ല്, കോമ, F3 നമ്മുടെ ഡാറ്റ, ഓക്കെ, അതിലെ കോമ 2, കോമ ഫോൾസ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇനി ഇതിനെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ കാണുന്ന സെല്ലിന് ഡോളറിന്റെ സിമ്പിൾ കൊടുക്കുക, ഓർഡർ ഐ ഡിക്ക് ഡോളറിന്റെ സിമ്പിൾ കൊടുക്കുക. ക്ലിയർ ആണല്ലോ. എന്നിട്ട് ഇനി എന്ത് ചെയ്യണം, ഇതിന് ഡോളറിന്റെ സിമ്പിൾ കൊടുക്കുക, എൻ്റർ അടിച്ചു. ഇനി ഇതിനെ മാത്രം ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക ഇപ്പുറത്തെ സൈഡിലേക്ക് കംപ്ലീറ്റ്. അപ്പോൾ എല്ലാറ്റിലും ആൻസർ അവിടെ വന്നിട്ടുണ്ടാവും. ആൻസർ വന്നാൽ മാത്രം പോരാ, ഈ 2 എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ 3 എന്നാക്കി കൊടുക്കും. കണ്ടാ, ഇത് 4 എന്നാക്കി കൊടുക്കും. മനസ്സിലായല്ലോ. ഇത് 5 എന്നാക്കി കൊടുക്കാം, ഇത് 6, ഇത് 7. തെറ്റരുത് കേട്ടോ, നമ്പർ തെറ്റിക്കഴിഞ്ഞാൽ ആൻസർ തെറ്റൂട്ടാ. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഇങ്ങനെ കുറേയൊക്കെ ആക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിലേ നിങ്ങൾ വെറുതെ ഇവിടെ 2, 3 എന്നൊക്കെ അത് ലാസ്റ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാലോ. ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ നമ്പർ കറക്റ്റ് ഓർഡർ ആയിട്ട് അവിടെ എൻ്റർ ചെയ്യാൻ പറ്റും. മനസ്സിലായ, ഇവിടെ 20 ആണ്, മനസ്സിലായില്ലേ. ഇവിടെ 19 ആണ്. അത് എളുപ്പത്തിന് വേണ്ടിയിട്ട്, മറ്റേ നമ്മൾ എവിടെയൊക്കെ എൻ്റർ ചെയ്തെന്നുള്ളൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ അതൊക്കെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഐഡിയകൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 18, ഇത് 17 കണ്ട, അതിൻ്റെ നേരെ 17 ആണ് മേലെ കിടക്കുന്നത്, കറക്റ്റ് 17 ആണ്. ഇവിടെ 16. മറ്റേ നമുക്ക് പല സമയത്തും കൺഫ്യൂഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. ഇതേതാ നമ്പർ എന്നുള്ളതൊക്കെ ഇതാവുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല, പെട്ടെന്ന് നമ്മുടെ ഡാറ്റ ഫിൽട്ടർ ചെയ്യാം. മറ്റേ നമുക്ക് ഡിലീറ്റ് ചെയ്യാമല്ലോ. എന്നിട്ട് 14, 13,
12 11 10 9 8 7 വരെ ചെയ്തിട്ടുണ്ട് 6 ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഇപ്പം നമുക്ക് ഈ ഡാറ്റയിലത്തെ ഈ നമ്പർ വേണമെങ്കിൽ റിമൂവ് ചെയ്ത് കളയാട്ടോ. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അത് ഞാനിപ്പോൾ അതൊരു നമുക്കൊരു എളുപ്പത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് മാത്രമാണ് നമ്മളത് ചെയ്തത്. ഇനി അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി ഡ്രാഗ് ചെയ്യുമ്പോൾ ഇത് ഡ്രാഗ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ ഡോളറില്ലേ അടിയിലേക്ക് ഡ്രാഗ് ചെയ്യാണ്. അടിയിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇനി അടിയിലുള്ള ഓർഡർ നെയിമിനനുസരിച്ചിട്ടാണ് ഇവിടെ ആൻസർ പ്രിന്റ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അപ്പൊ ഈ ഡോളറിനെ നമ്മൾ ഒഴിവാക്കണം. അല്ലെങ്കിൽ എന്തുണ്ടാവുക? ഈ ഫസ്റ്റത്തെ ഓർഡർ ഡേറ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒക്കെ വരിക. മനസ്സിലായല്ലോ? അപ്പൊ ഈ F4 അടിച്ചിട്ട് അവിടെ വെച്ചിട്ട് F4 അടിച്ചിട്ട് അത് റിമൂവ് ചെയ്യുക. 3 പ്രാവശ്യം F4 അടിച്ചിട്ട് റിമൂവ് ചെയ്യുക. അടിയിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ ആ വിഷയമല്ല. കണ്ട? അപ്പൊ ഇവിടെ ഇക്വേഷൻ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? സംഭവം മനസ്സിലായ? ഈ സെല്ലിന് ഒരു മാറ്റവും ഇല്ലല്ലോ. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. മറ്റേത് നമ്മൾ ഇതിങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാലേ നോക്കിട്ടാ, ഇതിങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഈ സെല്ലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടെ ഈ ഇത് പ്രിന്റ് ചെയ്യണത് അല്ലേ? അത് ഡോളർ കൊടുത്ത കാരണമാണ്. അപ്പോൾ അതിന് ഈ ഇങ്ങനെ അടിയിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡോളറിന്റെ സിമ്പിൾ ഒഴിവാക്കി കൊടുക്കുക. കാരണം നമുക്ക് ഇവിടുത്തെ സെല്ലിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ സെല്ലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വരേണ്ടത്. മനസ്സിലായല്ലോ? എന്നിട്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഡോളർ ഒഴിവാക്കി കൊടുക്കുക. ഇതിന്റെ ഡോളർ നമ്മൾ നേരത്തെ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. അടുത്ത ഡോളർ നമ്മൾ ഒഴിവാക്കി കൊടുക്കുക. അവിടെ വെച്ചിട്ട് F4 തന്നെ ഒരു 3 പ്രാവശ്യം അടിച്ചാൽ മതി. 3 പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ ഡോളർ ഒഴിവായി പോകും. കേട്ടാ? ഇവിടെ വെച്ചിട്ട് F4 എന്നുള്ള ബട്ടൺ തന്നെ ഒരു 3 പ്രാവശ്യം റിമൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡോളർ ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ആയി പോകും. മനസ്സിലായല്ലോ? ഇതിന്റെ ഇടയ്ക്ക് വെക്കണം അല്ലേ? അവിടെ ക്ലിക്ക് ചെയ്യണം. ആ D6 ആ എഴുതിയതിൻ്റെ അവിടെ എവിടെയായാലും കുഴപ്പമില്ല. ആ കാണുന്ന ആ ഇതിന്റെ മുകളിൽ ആ ലുക്കപ്പ് വാല്യൂവിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യണം. കേട്ടോ? എന്നിട്ട് F4 ജസ്റ്റ് 3 പ്രാവശ്യം ടാപ്പ് ചെയ്യാം. 3 പ്രാവശ്യം അടിച്ചാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് റിമൂവ് ആയി പോകും. അതായത് ഇതിന്റെ ഈ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 3 പ്രാവശ്യം യൂസ് ചെയ്യുന്നത്. കേട്ടോ? മറ്റേത് ഒരു പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡിലത്തെ ഡാറ്റ മാത്രമേ പോവുള്ളൂ. സംഭവം മനസ്സിലായ? ഏതെങ്കിലും ഒന്നടിച്ചു കഴിഞ്ഞാൽ കണ്ട ഏതെങ്കിലും ഒന്നേ പോവുള്ളൂ. അപ്പോൾ നമ്മൾ 2, 3 പ്രാവശ്യം അടിച്ചു കഴിയുമ്പോഴാണ് ആ വെറും അത് D6 എന്നായിട്ട് മാറുന്നത്. അതുവരെ അത് ഡോളറിന്റെ സിമ്പലിൽ തന്നെയാണ് എടുക്കുന്നുണ്ടാവുക. കണ്ടല്ലോ? ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. നോക്കട്ടാ? നോക്കൂ. ക്ലിയർ അല്ലേ? അല്ല 3 പ്രാവശ്യം F4 ഞാൻ അടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് പോണത്. കേട്ടാ? ഇത് നമുക്ക് താഴോട്ട് ഡ്രാഗ് ചെയ്യുന്നതേ ഒരു 10-20 റോ താഴോട്ട് വരും. നമുക്ക് വലിച്ച് 20 ഡ്രാഗ് ചെയ്യാൻ നമുക്ക് ഷോർട്ട് കട്ട് കീ വല്ലതും ഉണ്ടോ? ഒരുമിച്ച് ഡ്രാഗ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ? ഞാൻ കാണിച്ചു തരാം. ഒരുമിച്ച് ഓരോന്ന് ഡ്രാഗ് ചെയ്യുന്നതിനോ അവർ ഒരുമിച്ച് ഡ്രാഗ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ? ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യുവേ. അതെ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്ന അതെ ഞാൻ കാണിക്കാം. ഉണ്ടാക്കുന്നുണ്ട്. ഇതെന്ത് ഇത്ര നേരം വലിച്ചുകൊണ്ടിരിക്കുന്നത്? ഓക്കെ അല്ല ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ എല്ലാ ഡാറ്റകളെയും നമ്മൾ ഡോളറൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഓക്കെ, ഫസ്റ്റത്തെ റോ മാത്രം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഫസ്റ്റത്തെ റോ മാത്രം സെലക്ഷൻ ചെയ്യുക.
ഓക്കെ. ഫസ്റ്റത്തെ റോ മാത്രം സെലക്ഷൻ ചെയ്തിട്ട് ഓരോന്ന് ഡ്രാഗ് ചെയ്യുന്നതിന് പകരം ഈ കോർണറിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുരിശ് പോലത്തെ പ്ലസ് കിട്ടും. ഏറ്റവും അവസാനത്തെ അത് വെച്ച് നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്യാം. മനസ്സിലായില്ലേ? ഓരോ കോളങ്ങൾ ഡ്രാഗ് ചെയ്യണ്ട, ജസ്റ്റ് ഒരൊറ്റ ക്ലിക്കിലൂടെ നമുക്ക് ഇതിനിങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ? ഇനി നമ്മുടെ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ നമ്മുടെ ഓർഡർ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആൻസർ പ്രിന്റ് ചെയ്യും. ഓക്കെ. ഇതിപ്പോ നമ്മൾ ഇവിടെ ഈ ഡോളർ സിമ്പൽ മാറ്റിയത് ഡ്രാഗിങ്ങിന് വേണ്ടി മാത്രമായിരുന്നു. അതായത് ഡോളർ സിമ്പിൾ മാറ്റിയതെന്ന് വെച്ചാല്, അല്ലെങ്കിൽ എന്താ വെച്ചാല് നമ്മൾ നേരത്തെ ചെയ്ത ടേബിള് കുത്തനെയല്ലായിരുന്നു, നോക്കൂ അടിയിലേക്കല്ലായിരുന്നു. അപ്പോ ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ സെല്ല് ഒരിക്കലും മാറാൻ പാടില്ല. കണ്ട സംഭവം മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ ഇതിൽ മാത്രമാണ് ഇത് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മറിച്ച് ഇപ്പൊ നമ്മൾ ചെയ്തതില് ഇവിടെ ഒരെണ്ണം എൻ്റർ ചെയ്താൽ അതിന്റെ ആൻസർ അതിന്റെ നേരെ പ്രിന്റ് ചെയ്യും, ഇവിടെ ഒരു എൻ്റർ ചെയ്താൽ അതിന്റെ നേരെ ആൻസർ പ്രിന്റ് ചെയ്യും. സംഭവം മനസ്സിലായി? അവിടെ അത് മാറില്ല. അവിടെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ മാത്രമാണ്, ഇവിടെ ഓരോന്നോരോന്ന് മാറുന്നതിനനുസരിച്ച് മാറുന്ന ആൻസർ അതിന്റെ അടിയിൽ പ്രിന്റ് ചെയ്യുക ചെയ്തിരുന്നത് ഒക്കെ കൂടി. മനസ്സിലായില്ലേ? അത് ഒരാൾ വന്നിട്ട് നമ്മൾ എൻട്രി ചെയ്യണ സമയത്ത് ആ എൻട്രി എന്താന്ന് കാണാനേ പറ്റിയിരുന്നുള്ളൂ. വേറൊരാൾ വന്നിട്ട് അവിടെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ആ പഴയ എൻട്രി പോയിട്ട് പുതിയതായിട്ട് വന്ന ആളുടെ എൻട്രിയാണ് അവിടെ പ്രിന്റ് ചെയ്യുക. മനസ്സിലായില്ലേ? ഇവിടെ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇവിടെ ചെയ്യണത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇവിടെ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ ഏത് എൻട്രി അടിച്ചാലും ഓട്ടോമാറ്റിക്കായിട്ട് ആ ആൻസർ അവിടെ പ്രിന്റ് ചെയ്യും. മനസ്സിലായല്ലോ? ഇപ്പൊ നോക്കൂ, ഇയാളാണ് ആദ്യം വന്നിട്ട് ഇവിടെ എൻട്രി ചെയ്യുന്നുണ്ടെങ്കിൽ ആ എൻട്രി കൊടുത്താൽ ആ എൻട്രിയുടെ ഡീറ്റെയിൽസ് കണ്ടാ. മനസ്സിലായ? ഇവിടെ നമ്മൾ എന്ത് എൻട്രി കൊടുക്കുന്നോ അതിനനുസരിച്ച് ആൻസർ പ്രിന്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നമ്മളെ കമ്പനികളിലൊക്കെ നന്നായി എക്സൽ ചെയ്യുന്ന കുറേ ആൾക്കാർ കമ്പനികളൊക്കെ ചെയ്യുന്ന ഓരോ വർക്കുകളാണ്. പക്ഷെ ഇത് വളരെയധികം എളുപ്പമാണ്. ഇത്രയും ഡാറ്റകളൊന്നും നമ്മൾ ഇത്രയും സമയം കൊണ്ടൊന്നും ഒരിക്കലും, ഇതിപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയമായത് കൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. മറിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു വർക്കാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു ആദ്യം വർക്ക് ചെയ്യാനായിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് ആദ്യം സെറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നാളെ വന്നാലും മറ്റന്നാൾ വന്നാലും അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞ് വന്നാലും ഈ ഫോം ഓൾറെഡി അവിടെ കിടക്കുന്നുണ്ടാവും. മനസ്സിലായ? ഇന്നിപ്പോ ആദ്യത്തെ എൻട്രി കണ്ടെത്താനായിട്ട് നമ്മൾ ഒരു 20 മിനിറ്റ് സമയം എടുത്തു എന്നുണ്ടെങ്കിൽ അടുത്ത നാളെ വന്നിട്ട് ആദ്യത്തെ എൻട്രി കണ്ടെത്താനായിട്ട് 20 സെക്കൻഡ് വേണ്ട. മനസ്സിലായ? നമ്മുടെ HR ഇത് കാണാറുണ്ട്. നമ്മൾ പോയി ചോദിക്കുക എന്നാ നമ്മുടെ ടിക്കറ്റ് ഡ്യൂ. അപ്പൊ അതേപോലെയുള്ള അപ്പൊ അവരിത് എൻട്രി ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇതേപോലെ ഓൾറെഡി. അപ്പൊ നമ്മുടെ ഡാറ്റ എൻട്രി ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ പറഞ്ഞു തരും. ഇപ്പൊ അത് മാത്രല്ല, നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാല് നമ്മുടെ പേര് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പറയാറില്ലേ, നിങ്ങളുടെ ഫോൺ നമ്പർ പറയുക അല്ലെങ്കിൽ പേര് പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേര് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, നമ്മുടെ ഡിസ്ട്രിക്ട് എവിടെയാണ്, ഏത് ഡോക്ടറെയാണ് കാണുന്നത് എന്നുള്ള ലിസ്റ്റ് ഒക്കെ ഒരൊറ്റടിക്ക് പ്രിന്റ് ചെയ്യുന്നുണ്ടല്ലേ. അതൊക്കെ നമുക്ക് ഇതിന്ന് നമുക്ക് റിമൈൻഡർ പോപ്പപ്പ് ചെയ്യാൻ പറ്റുമോ? ഈ ദിവസം ഈ സംഭവം പോകണം. നമുക്ക് ഒരു ലിസ്റ്റ് ഓഫ് ഷിപ്മെന്റ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ഈ 3rd ഇത് പോകണം. അപ്പൊ നമുക്ക് രാവിലെ ഇത് പോപ്പപ്പ് ചെയ്യണം. രാവിലെ വന്ന് തുറക്കുമ്പോഴേ അങ്ങനെ കണ്ടീഷൻസുകൾ എഴുതാം. പക്ഷെ മറ്റു പ്രോഗ്രാമുകൾ എഴുതണ പോലെ അത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. പ്രോഗ്രാമുകൾ ഞാൻ ലാസ്റ്റ് ഒരു ക്ലാസ്സിൽ പറയാം. കണ്ടീഷൻസ് എങ്ങനെ എഴുതുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടാ. നമുക്കൊരു മാക്രോ ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു കൺസെപ്റ്റുകളുണ്ട്, റെക്കോർഡിങ് സംബന്ധമായിട്ടുള്ള കൺസെപ്റ്റുകളുണ്ട്. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അതിനെ കുറിച്ചുള്ള ചെറിയൊരു ഐഡിയ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കമാൻഡുകളൊക്കെ വേണമെങ്കിൽ എൻ്റർ ചെയ്തെടുക്കാനായിട്ട് പറ്റും പെട്ടെന്ന് തന്നെ. കമാൻഡുകൾ എൻ്റർ ചെയ്യുക, അങ്ങനത്തെ വർക്കുകളൊക്കെ നമുക്ക് അതിൽ ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ഒരു VLOOKUP എന്നുള്ളൊരു ഡാറ്റയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഫയലുകളായിട്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. 2 ഫയലും അയച്ചു തരാം. ഡാറ്റ 2 ഫയലും അയച്ചു തരാം കേട്ടാ. ഈ 2 ഫയലും അയച്ചു തരാം, ഡാറ്റ എന്നുള്ള ഫയലും അയച്ചു തരാം. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര ഈ 9995 ഡാറ്റകളുടെ മുകളിൽ നിന്ന്. മറ്റേ നമ്മൾ 4 എണ്ണം 5 എണ്ണം 10 എണ്ണം കാണുന്ന സമയത്ത് ചിലപ്പോൾ ആൻസറൊക്കെ കറക്റ്റ് ആവും. പക്ഷെ നമുക്കത് ഇതിപ്പോൾ എങ്ങനെ കണ്ടെത്താലോ എന്നുള്ളൊരു ചിന്ത വരും. പക്ഷേ ഈ ഡാറ്റകളിൽ നിന്ന് ഒരിക്കലും നമുക്ക് ഇപ്പം ഈ പറഞ്ഞ സമയം കൊണ്ടൊന്നും ഒരിക്കലും ഒരു ഡാറ്റകൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻസേർട്ട് ചെയ്യാൻ എളുപ്പമല്ല. അപ്പം അത് ഒറ്റ ഡാറ്റകളിൽ നിന്ന് ഈ VLOOKUP വെച്ചിട്ട്, അപ്പം
വി ലുക്കപ്പിൻ്റെ പല പല രൂപങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു മനസ്സിലായോ. എക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്, അതായത് ഒരു സ്റ്റെപ്പിന് വേറെ സ്റ്റെപ്പ്, വേറെ സ്റ്റെപ്പിന് വേറെ സ്റ്റെപ്പുകൾ, അങ്ങനെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഇതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. മനസ്സിലായില്ലേ? ഞാനിതൊന്നും ഒന്ന് ടൈപ്പ് ചെയ്ത് തരാം കേട്ടോ, മെയിൽ ചെയ്ത് തരാം. ക്ലിയർ ആണല്ലോ? ക്ലാസ് മനസ്സിലായല്ലോ? ഓക്കെ ഓക്കെ, ഞാൻ ഇതൊന്ന് സേവ് ചെയ്യാം, ഡാറ്റ അല്ലേ.